ഹായ്. ചില രോഗലക്ഷണങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും അല്ലേ? അങ്ങനെ സെർച്ച് ചെയ്ത് പണി കിട്ടിയിട്ടുള്ളവരാണോ നിങ്ങൾ? സെർച്ച് ചെയ്ത് പണി കിട്ടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ രോഗനിർണയം നടത്തുന്നതാണ് കേട്ടോ. ഹായ്, ഞാൻ ഡോക്ടർ ദേവി. എൻ്റെ സൗണ്ടിൽ ഇന്ന് കുറച്ച് പ്രശ്നം കാണും, ബിക്കോസ് ഐ എം ഹാവിങ് എ വൈറൽ ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞു വന്നത്, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ പലപ്പോഴും പാനിക് ആകാറുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ പലരോട് ചോദിക്കുന്നതും ഗൂഗിളിലും ചാറ്റ് ജി പി ടിയോടും സെർച്ച് ചെയ്ത് ചോദിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിസ്സാരമായ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പിന്നെ ടെൻഷൻ കൂടും. ഈ ടെൻഷൻ, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നിസ്സാരക്കാരല്ല. അവർ നമ്മളെ പതുക്കെ പതുക്കെ പല പല ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഹോർമോൺസുകളാണ് കേട്ടോ. അപ്പം ഞാൻ നിസ്സാരമായ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, വേദന, അങ്ങനെയൊക്കെ തന്നെ. ഈ ബേണിംഗ് മിച്ചുറേഷൻ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ ഡയഗ്നോസിസ് വരും. ആദ്യം തന്നെ വരുന്നത് UTI ആണ്, പിന്നെ കിഡ്നി സ്റ്റോണ്, കിഡ്നി ഇൻഫെക്ഷൻ, അങ്ങനെ പല രീതിയിൽ പോകും. ഏറ്റവും ആദ്യം കാണുന്നത് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ്. അപ്പം സ്വാഭാവികമായും ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഒരാൾക്ക് ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം ഞാൻ ഇതിന് നിസ്സാരമായ ഒരു നിവർത്തിമാർഗം പറയാം. യൂറിൻ ഇൻഫെക്ഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു യൂറിനറി സിംറ്റംസ് തോന്നുകയാണെങ്കിൽ നിയർ ബൈ ലാബിൽ പോയി യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ യൂറിൻ റുട്ടീൻ റിപ്പോർട്ടുമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണുക. എത്ര ദിവസമായി നിങ്ങളുടെ രോഗലക്ഷണം തുടങ്ങിയിട്ട്, എന്നാണ് ഈ റുട്ടീൻ ടെസ്റ്റ് എടുത്തത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ആ യൂറിൻ റുട്ടീനിൽ പല പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പസ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, ബാക്ടീരിയ അഥവാ ഈസ്റ്റ് സെൽസിൻ്റെ പ്രസൻസ് ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പസ് സെൽസിൻ്റെ അളവ് എത്ര, എപ്പിത്തീലിയൽ സെൽസിൻ്റെ അളവ് എത്രയൊക്കെ അനുസരിച്ചിട്ടാണ് മൂത്രത്തിൽ പഴുപ്പുണ്ടോന്നോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയുന്നത്. ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എല്ലാ ബാക്ടീരിയയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കി UTI ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്താം. വേറൊരു ഉദാഹരണവും കൂടെ പറയാം. ഒരു സോർ ത്രോട്ട് ഉണ്ട്, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്ഫേജിയ, ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യം വരുന്നത് തന്നെ സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസ് എന്നാണ്. പിന്നെ GERD വരുന്നുണ്ട്, അതായത് ഗ്യാസ്ട്രിക് ആസിഡ് റിഫ്ലക്സ് പോലുള്ള കണ്ടീഷൻ. പിന്നീട് ട്യൂമർ, ന്യൂറോളജിക്കൽ സിംറ്റംസ്, അങ്ങനെ പല 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 രീതിയിൽ ഡയഗ്നോസിസ് അങ്ങനെ പോകുന്നുണ്ട്. പല പല കണ്ടീഷനിൽ പല ഡയഗ്നോസിസ് ആണ് വരുന്നത്. അപ്പോഴും നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത് ഇതുപോലുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സോർ ത്രോട്ട്, ഇപ്പോൾ ഒരു പനിയുടെ കാലാവസ്ഥയാണ്, അപ്പോൾ ഇത് 1-2 ദിവസം വന്ന് ഇത് പോകുന്നില്ല, ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണുക. അതിനുശേഷം തക്കതായ ടെസ്റ്റുകളിലൂടെ, ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും കൾച്ചറിലൂടെയും ഇത് ബാക്ടീരിയൽ ആണോ അതോ വൈറൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ഡയഗ്നോസ് കണ്ട് പേടിക്കുകയില്ല. മറ്റൊന്ന്, ഈ ഡയഗ്നോസ് കണ്ട് ഇതൊരു സ്ട്രെപ്റ്റോകോക്കൽ ആകുമ്പോൾ അതൊരു ബാക്ടീരിയ ആണെന്ന് പറഞ്ഞാൽ ആദ്യമേ ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് യൂസ് ചെയ്യുകയില്ല. എന്ത് രോഗലക്ഷണം ഉണ്ടായാലും ഡോക്ടറെ പോയി കാണുക, തക്കതായ ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ മരുന്ന് കഴിക്കുക. ഇനി ഒരു ചോദ്യം, ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ രോഗാവസ്ഥ ഉണ്ടാകുമോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് അടുത്ത